ശ്രീ എം ജയചന്ദ്രൻ, നമ്മൾ പറഞ്ഞു വന്നത് അടൂർ പ്രകാശിൻ്റെ കാര്യമാണ്. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്ത വിഷയമാണ്. അടൂർ പ്രകാശ് പോറ്റിയുമായുള്ള ബന്ധത്തെ സംബന്ധിച്ച് രൂപപ്പെട്ട കാര്യങ്ങളാണ്. അതാണ് SITയുടെ ചോദ്യ മുനകളിലേക്ക് ഇന്ന് അടൂർ പ്രകാശ് വിധേയമായത്. അടൂർ പ്രകാശ് അതിനുശേഷം പുറത്തിറങ്ങി വന്നും, UDF കൺവീനർ അടൂർ പ്രകാശ് അതിനുശേഷം പുറത്തിറങ്ങി വന്നും പോറ്റിയുമായുള്ള കാര്യങ്ങളാണോ ചോദിച്ചത് എന്ന ചോദിച്ചതിനെല്ലാം ഉത്തരം പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷകളിൽ ഒരു ആത്മവിശ്വാസമില്ലായ്മയുടെ പ്രതിഫലനം ഉണ്ടായിരുന്നു. ഈ ആൻ്റണിയുടെ യുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കും നമുക്ക് എത്താം. ആദ്യം നമുക്ക് അടൂർ പ്രകാശ് ഒന്ന് പൂർത്തിയാക്കിയിട്ട്. ജിംഷാദെ, ഈ അടൂർ പ്രകാശിനോട് ചോദിക്കുകയാണ് മാധ്യമപ്രവർത്തകർ, രാഷ്ട്രീയ പ്രേരിതമാണോ? 2 പ്രാവശ്യം ചോദിച്ചു, അദ്ദേഹം മറുപടി പറയുന്നില്ല. അടുത്ത ചോദ്യം ചോദിക്കുന്നു, അസ്വാഭാവികതയുണ്ടോ ഈ SITയുടെ ചോദ്യം ചെയ്യലിൽ? ആദ്യം അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. രണ്ടാമതും ചോദിക്കുമ്പോൾ യാതൊരു അസ്വാഭാവികതയുമില്ല. വീണ്ടും എടുത്തു പറയുന്നു, യാതൊരു അസ്വാഭാവികതയുമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഞാൻ മനസ്സിലാക്കിയത്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വസ്തുതാപരമായ അന്വേഷണങ്ങളെ മുൻനിർത്തി ചില ചോദ്യങ്ങൾ കൃത്യമായി തയ്യാറാക്കിയിട്ട് തന്നെയാണ് അടൂർ പ്രകാശ് എന്ന രാഷ്ട്രീയ നേതാവിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് രേഖപ്പെടുത്തി വിട്ടത്. അത് അദ്ദേഹം പറയുന്നത് പോലെ ഇപ്പൊ 3 മണിക്കൂർ, ഷീജ പറഞ്ഞല്ലോ, 3 മണിക്കൂറോളം ചോദ്യം ചെയ്തു. ഈ സോണിയാഗാന്ധിയുടെ ഒപ്പം നിൽക്കുന്ന 2 പടം എടുത്തതിന്റെ പേരിൽ 2 പടം കാണിച്ചിട്ട്, ഫോട്ടോഗ്രാഫ്സ് കാണിച്ചിട്ട് അതിനെപ്പറ്റിയാണോ 3 മണിക്കൂർ ചോദ്യം ചെയ്യുന്നത്? അങ്ങനെ 3 മണിക്കൂർ ചോദ്യം ചെയ്ത് ഈ 2 ഫോട്ടോഗ്രാഫ്സ് കാണിച്ചിട്ടാണ് എന്ന് നമ്മൾ വിശ്വസിച്ചു കൊള്ളണം എന്നാണ് അദ്ദേഹം അർത്ഥമാക്കുന്നത്. അതൊക്കെയുള്ള താങ്കൾ പറഞ്ഞതുപോലെ പകുതി നിർത്തി അർത്ഥോക്തിയിൽ നിർത്തുക എന്നല്ലോ ചെയ്തത്. അങ്ങനെ അർത്ഥോക്തിയിൽ നിർത്തുമ്പോൾ അഹിംസ വരുന്ന വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എവിടെയാണ് തുടങ്ങുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസം 20-ാം തീയതിയാണ് ആഗോള അയ്യപ്പ സംഗമം നടന്നത് മുംബൈയിൽ വെച്ച്. അതിന് 3 ദിവസം മുമ്പ് സെപ്റ്റംബർ 17-ന് ഈ വിദ്വാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു വാർത്താസമ്മേളനം നടത്തുകയാണ്. വാർത്താസമ്മേളനം നടത്തി ഇയാൾ പറയുന്നു, ശബരിമല അയ്യപ്പന്റെ ശ്രീകോവിലിന് മുമ്പിലുള്ള ദ്വാരപാലക പാളികളിലെ താങ്ങുപീഠങ്ങൾ 2 എണ്ണം കാണുവാനില്ല. തോൽജനകമായ വാർത്തയാണ്. അപ്പൊ അതേ തുടർന്ന് തൊട്ട് പിന്നാലെ അതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വരുന്ന ആരാണെന്നുള്ളത് ശ്രദ്ധിക്കണം. അതിന്റെ പ്രൊമോട്ടറായിട്ട് വരുന്നത് പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം ഇത് ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ മാധ്യമങ്ങൾ വ്യാപകമായി ചർച്ച ചെയ്യുന്നു, പ്രശ്നമാകുന്നു, ബഹളമാകുന്നു. അവസാനം ദേവസ്വം വിജിലൻസ് ഈ കേസ് അന്വേഷിക്കുന്നു. അന്വേഷിച്ചെത്തുന്നത് എവിടെയാണ്? അന്വേഷിച്ചെത്തുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ ആറ്റിങ്ങലെ വീട്ടിൽ ചെല്ലുകയും അവിടുന്ന് ദ്വാരപാലക ആളുകളുടെ താങ്ങുപീഠങ്ങൾ വീണ്ടെടുക്കുകയും ചെയ്തു.